നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ സിപിഎം നേതാക്കളുടെ സാമ്പത്തിക ലെവൽ മാറുമെന്ന് ശരത് പ്രസാദ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൾ ഖാദർ. ശബ്ദ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് സിപിഎം നേതാവ് എം.കെ. കണ്ണൻ. സിപിഎം നേതാക്കൾക്കെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. മായന്നൂരിൽ കെഎസ്ആർടിസി ബസ് ഇടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കൂട്ടിൽമുക്ക് സ്വദേശി രുക്മണിയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുകയുയർന്ന് പരിഭ്രാന്തി പയർത്തി. ഭയന്ന് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാൻ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ പേരിൽ പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5.5 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. തട്ടിപ്പ് ബാങ്ക് അധികൃതരെ ഉടൻ അറിയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് പരാതി. കൊടുങ്ങല്ലൂരിൽ എംഡിഎംഎയും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ശ്രീനാരായണപുരം കട്ടൻ ബസാർ സ്വദേശി ആഫ്താബ് മുഹമ്മദാണ് എക്സൈസിന്റെ പിടിയിലായത്. മുള്ളൂർക്കരയിൽ എസ്എഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി കെഎസ്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഗണേഷ് പിടിയിലായത്. കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 560 രൂപ കൂടി 81,600 രൂപയായി. ഗ്രാമിന് 70 രൂപ കൂടി 10,200 രൂപയായി. നമസ്കാരം. വാർത്തകൾ വിശദമായി. സിപിഎം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. സിപിഎം നേതാക്കളായ എ.സി. മൊയ്തീൻ, എം.കെ. കണ്ണൻ എന്നിവർക്കെതിരെയുള്ള ഗുരുതര സാമ്പത്തിക ആരോപണങ്ങളായാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ സിപിഎം നേതാക്കളുടെ സാമ്പത്തിക ലെവൽ മാറുമെന്നാണ് ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. സിപിഎം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണ്. എം.കെ. കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന എം.കെ. കണ്ണൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എ.സി. മൊയ്തീൻ ടോപ്പ് ക്ലാസ് ഡീലിംഗ് ആണ് നടത്തുന്നുണ്ടെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. 5 വർഷം മുൻപുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ശബ്ദ സന്ദേശം തന്റേത് തന്നെയാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രവർത്തകരുമായി സംസാരിച്ചാണ് ഇക്കാര്യങ്ങൾ. ഇത് റെക്കോർഡ് ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ശരത് പ്രസാദ് പറഞ്ഞു. അതേസമയം സഹകരണ സംഘങ്ങളിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് നിബിൻ ശ്രീനിവാസനെ പാർട്ടിയുടെ എല്ലാ ഭാരവാഹിത്വങ്ങളിൽ നിന്നും പുറത്താക്കി. വളരെ ആംബിഷ്യസ്, അല്ലെങ്കിൽ രാമേന്ദ്രൻ വളരെ ആംബിഷ്യസ്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി. അത്തിപ്പോ CPM-ലാർക്കും ആവശ്യമില്ല. ഒരു ഘട്ടം കഴിഞ്ഞവരൊക്കെ ആൾക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ. CPM-ന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവെടുത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി കയറി മാക്സിമം പിരിവെടുത്തൊരു 5,000 രൂപ, 10,000 മാക്സിമം. എന്നാൽ ജില്ല വരെ 25 പാർട്ടി കമ്മിറ്റി വരെ എന്താണ് 75,000, 1 ലക്ഷം ഇരിക്കും. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കുന്നത്. അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ ഇവരൊക്കെ കണ്ണാട്ടൊക്കെ പോടാനോടി വെക്കും. പൊളിറ്റിക്സ് രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടി കാണാൻ വിളിക്കുക. കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെച്ചാണ്. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ, എ.സി. മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. എ.സി. മൊയ്തീൻ, കണ്ണംകുളത്തി. സിപിഎം നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ വാട്സ്ആപ്പ് സന്ദേശത്തിൽ ശരത് പ്രസാദിനോട് വിശദീകരണം തേടുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൾ ഖാദർ. പ്രചരിക്കുന്നത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരമായി മാറിയ ഈ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിൽ കൂടിയും നടന്നത് തെറ്റായ കാര്യമാണ്. സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. അതിന്റെ നേതാക്കളുടെ ജീവിതം സുതാര്യമാണെന്നും അബ്ദുൾ ഖാദർ തൃശൂരിൽ മാധ്യമപ്രവർത്തനങ്ങളോട് പറഞ്ഞു.
വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നിപ്പോൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. യാതൊരു തരത്തിലും വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഇതേക്കുറിച്ച് ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഞങ്ങൾക്കെതിരായിട്ട് നേരത്തെ നടന്ന ഒരുപാട് മാധ്യമ വിചാരണകളുണ്ട്, അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളിൽ നിന്നേറ്റ വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട്. ഒരു തരത്തിലും വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. തെറ്റായിട്ടുള്ള കാര്യമാണ്. സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതിൻ്റെ നേതാക്കളുടെ ജീവിതവും സുതാര്യമാണ്. ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം നടത്താനിടയായത് എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉചിതമായിട്ടുള്ള നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് CPM നേതാവ് MK കണ്ണൻ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ശബ്ദ സന്ദേശത്തിൽ തനിക്ക് സംശയമുണ്ട്. തന്റെ അക്കൗണ്ടിൽ 100 രൂപയിൽ കൂടുതലില്ല. തന്റെ സാമ്പത്തിക സ്ഥിതി ED അന്വേഷിച്ചിരുന്നുവെന്നും MK കണ്ണൻ പറഞ്ഞു. അവനില്ല. ഇവന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിന് കൂടിയായിരുന്നു. ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ആളാണ്. അവൻ ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഇതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇതൊരു സൗദ എന്ന് പറഞ്ഞ് പത്രത്തിലൊന്നും ഞാൻ കണ്ടു. എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല. അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ല. നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ കൂടി ഉണ്ടാക്കുന്ന പ്രശ്നമായിട്ട് പറഞ്ഞില്ല. എനിക്കറിയില്ല. പറഞ്ഞില്ല, ഒരുത്തൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. അപ്പൊ അവനൊരു ഓഡിയോ കൊടുത്തു. നിങ്ങൾക്ക് നല്ല മാർക്കറ്റായി. എന്നെ പട്ടി കടിച്ച വാർത്തയല്ല, ഞാൻ പട്ടിയെ കടിച്ച വാർത്തയാണ്. അതപ്പോ നിങ്ങൾക്ക് ആവശ്യം. ഞാനൊരു പട്ടിയെ കടിച്ചാൽ, പട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല പട്ടി, അതൊരു വാർത്തയല്ല. ഞാനൊരു പട്ടിയെ കടിച്ച വാർത്തയാണ്. എന്നെ പട്ടി കടിച്ച വാർത്തയാണോ? ആയിക്കോട്ടെ, അവൻ തെളിയിച്ചോട്ടെ. ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് എന്നോട് പറഞ്ഞു. എന്നോടല്ല, ഞാൻ 1-2 ക്ലിപ്പ് കണ്ടു. അവൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ അവന് എന്നെ കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ഇതിൽ കൂടി അല്ലല്ലോ പറയാം. ഇതിൽ കൂടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ ജില്ലയിലെ CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും സമഗ്രാന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ നേതാക്കളെക്കുറിച്ച് BJP ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വാർത്തകൾ കാണിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് AC മൊയ്തീനും MK കണ്ണനും അടക്കമുള്ള ഈ ജില്ലയിലെ CPM നേതാക്കന്മാരെന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊരാളോട് പറയുന്ന സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരെക്കുറിച്ച് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. നിരവധി സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കേസിൽ AC മൊയ്തീനെതിരായിട്ടുള്ള ആരോപണം അന്വേഷണ ഏജൻസിയുടെ മുമ്പിലാണ്. MK കണ്ണനെതിരായിട്ടും സമാനമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ CPM നേതാക്കന്മാർക്കെതിരായി നേരത്തെ BJP അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. സഹകരണ ബാങ്കുകളുടെയും അല്ലാതെയും സാധാരണക്കാരുടെ പണം ഈ നേതാക്കന്മാർ കൊള്ളയടിക്കുകയാണ്. വലിയ മുതലാളിമാരുമായിട്ടുള്ള ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവരെല്ലാവരും ഡീലർമാരാണ് എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതോ ഡീലേഴ്സ് പാർട്ടിയാണോ എന്നിവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്.
ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവണം. അവരുടെ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാക്കണം. അവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണം. CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ മറയാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഉന്നത തലത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. CPM നേതൃത്വത്തിലുള്ള ബാങ്കുകൾ മറയാക്കി നേതാക്കൾ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണ്. ഈ നേതാക്കൾ സംസ്ഥാന തലത്തിൽ സ്വാധീനമുള്ളവരായതുകൊണ്ട് അന്വേഷണം തൃശൂരിൽ മാത്രം ഒതുങ്ങരുത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് വ്യക്തമാണ്. ഈ സംഭവത്തിൽ ഉത്തരവാദിയായ CPM ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാൻ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തയ്യാറാക്കണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. CPM നേതാക്കൾക്കെതിരെ തന്റെ മുൻ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് DYFI ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. പണമിടപാട് കേസിൽ നിലവിൽ CPM എന്ന പാർട്ടി പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുള്ള മുൻ ആരോപണങ്ങൾ ആവർത്തിച്ച അനിൽ അക്കര വിഷയത്തിൽ വിജിലൻസ് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ിനകത്ത് വന്നു നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നു നിൽക്കുന്നത്. MK കണ്ണന്റെ സ്വത്തിന്റെ ആസ്തി എത്രയാണ് ആർക്കെങ്കിലും പരിശോധിച്ചാൽ തീരുമോ? അത് ഇൻകം ടാക്സ് പരിശോധിക്കുന്നുണ്ട്. AC മൊയ്തീൻ എന്ന് പറയുന്ന CPM നേതാവിന്റെ വീട്ടിൽ 98 ലക്ഷം രൂപ ഡെപ്പോസിറ്റിന്റെ റെസീറ്റാണ് കിട്ടിയത്. ഇവിടെ ചില ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസാണുള്ളത്. അപ്പോൾ 2 പൊതുപ്രവർത്തകർ കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനും MLAക്കുമെതിരെ വളരെ കൃത്യമായ രീതിയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ വിജിലൻസ് കേസ് എടുക്കണം. മാത്രമല്ല അവിഹിത സമ്പാദ്യമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം. AC മൊയ്തീൻ ഇൻകം ടാക്സ് അടയ്ക്കാത്ത ഒരാളാണ്. അപ്പോൾ അയാളുടെ കോടാനുകോടിയുടെ കണക്കും ഇൻകം ടാക്സ് പരിശോധിക്കണം. ഈ 2 വിഷയത്തിൽ നടപടിയെടുക്കണം. ഒരു തർക്കം കാര്യത്തിലില്ല. UDFിലുള്ള കാലത്തും MK കണ്ണൻ അഴിമതിക്കാരനാണ്. സഹകരണ ബാങ്കുകളിൽ പണം വാങ്ങി ആളുകളെ നിയമിക്കും. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ശരത് പ്രസാദിനും തനിക്കുമെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുവാനും അനിലക്കര വെല്ലുവിളിച്ചു. BJPയുമായി ബന്ധപ്പെട്ട കൊടകര കുഴൽപ്പണ കേസിൽ CPM പ്രതിസ്ഥാനത്താണ്. കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിക്ക് പിന്നെ ഈടില്ലാതെ പണം കൊടുത്തു എന്നാണ് നടത്തറ പഞ്ചായത്ത് അംഗം പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നടത്തറ പഞ്ചായത്ത് അംഗം പറയുന്നു, DYFIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു. ഇതൊക്കെ നിസ്സാരമായിട്ട് കണ്ണന് കാണണമെങ്കിൽ കണ്ണൻ നിയമപരമായി നേരിടണം. ഇത് തെറ്റാണെങ്കിൽ ഈ പറഞ്ഞ ശരത്തിനെതിരെ നോട്ടീസ് അയക്കണം, മാനനഷ്ടത്തിന് കേസെടുക്കണം. തയ്യാറുണ്ടോ കണ്ണൻ? ഞാൻ കണ്ണനെതിരെ ഇപ്പോൾ ആരോപണം വീണ്ടും ഉന്നയിക്കാൻ. കണ്ണൻ ഏത് UDFിനകത്ത് കണ്ണുള്ള കാലത്ത് അഴിമതിക്കാരനാണെന്നല്ലോ. UDFിനകത്ത് ഞാൻ എൻ്റെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഞാൻ നിരവധി തവണ ആരോപണം ഉന്നയിച്ചാണ്. കണ്ണൻ ഈ കേസിനകത്ത് പ്രതിയാണ്. അനധികൃതമായി ഒരുപാട് സ്വത്ത് സമ്പാദിച്ച ഒരാളാണ്. അയാൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം. ഞാൻ എൻ്റെ പേരിൽ ധൈര്യം നോട്ടീസ് അയക്കട്ടെ. CPM നേതാക്കൾക്കെതിരെ DYFI നേതാക്കളുടെ ശബ്ദരേഖയും അഴിമതി ആരോപണം പുറത്തുവന്നത് ഗൗരവമായി കാണണമെന്നും ഇക്കാര്യത്തിൽ സമഗ്രാന്വേഷണം വേണമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ബാധിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ് ശബ്ദ സന്ദേശത്തിൽ ചർച്ച ചെയ്യുന്നതെന്നും ടാജറ്റ് പറഞ്ഞു. കാണണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. കാരണം സമൂഹത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്, ആരോപണം ഉന്നയിക്കപ്പെട്ടത്, ശബ്ദരേഖയിൽ പുറത്തു വന്നത്. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി CPMൻ്റെ ഭരണം നടക്കുകയാണ്. അവരുടെ നേതാക്കന്മാർ സമ്പാദിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ആ ശബ്ദരേഖയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. സഹകരണ ബാങ്കുകളിലെ ചില ഡീലിങ്സ് ഉൾപ്പെടെ സമൂഹത്തിലെ വലിയവന്മാരുൾപ്പെടെയുള്ള ഡീലിങ്സിനെ കുറിച്ചൊക്കെ അവരുടെ പ്രമുഖരായ നേതാക്കന്മാരെക്കുറിച്ചാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നതും ശബ്ദരേഖയിൽ പിന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പിന്നെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇത് 5 വർഷം മുൻപ് വന്ന ഒരു ശബ്ദരേഖയാണെന്നാണ് പറഞ്ഞത്. ശബ്ദരേഖയെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം CPM നേതാക്കളുടെ വൻ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതോടെ വെട്ടിലായി നേതാക്കൾ. ആയുധം വീണുകിട്ടിയ ആവേശത്തിൽ കോൺഗ്രസും BJPയും CPMനെതിരെ ആക്രമണം ശക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കുമ്പോഴാണ് ഇടുത്തിയായി CPMന് അപ്രതീക്ഷിത ആഘാതമേറ്റത്.
ജില്ലയിൽ പാർട്ടിയെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട കരുവന്നൂർ കുരി കഴിയും മുൻപാണ് ആ കെട്ട് ഒന്നുകൂടി മുറുക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷം മുൻപ് നടന്ന സംഭാഷണത്തിലെ ശബ്ദം തന്റേത് തന്നെയെന്ന് ശരത് പ്രസാദ് സമ്മതിച്ചതോടെ പ്രതിരോധത്തിന് മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് CPM. നടത്തറ മേഖലയിൽ അടുത്തിടെയുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ശബ്ദ സന്ദേശം പുറത്തുവന്നതെന്ന് നേതൃത്വം സംശയിക്കുന്നു. നടത്തറയിൽ നിന്നുള്ള നിബിൻ ശ്രീനിവാസനുമായി ശരത് പ്രസാദ് സംസാരിക്കുന്നതാണ് ശബ്ദശകലം. നിബിനെതിരെ CPM നടപടിയെടുത്തു കഴിഞ്ഞു. എന്നാൽ ആ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് പാർട്ടിക്കേറ്റ മുറിവുണങ്ങുമെന്ന് തോന്നുന്നില്ല. ജില്ലയിലെ CPMന്റെ മുഖമായ നിർണായക സ്വാധീനമുള്ള നേതാക്കളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. MK കണ്ണനെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന ആക്ഷേപമാണ് ഒരു പാർട്ടി കേഡർ സ്വകാര്യ സംഭാഷണത്തിലായാലും പരാമർശിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃനിരയിലുള്ള AC മൊയ്തീൻ, കോർപ്പറേഷൻ ഭരണം നിയന്ത്രിക്കുന്ന വർഗീസ് കണ്ടംകുളത്തി, അനൂപ് ഡേവിസ് കാട തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളെയും ശരത് പ്രസാദ് സംശയ നിഴലിലാക്കി. ഇവരെല്ലാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് EDയുടെ റഡാറിലുള്ള നേതാക്കളാണ്. ജില്ലയിൽ വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പലരും പാർട്ടിയുടെ അരമന രഹസ്യങ്ങൾ പലതും അങ്ങാടിപ്പാട്ടാക്കുന്നതിന്റെ അസ്വസ്ഥതയിലാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക് TCV. മായന്നൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധിക മരിച്ചു. ബസ് കാത്തുനിന്ന് കൂട്ടിൽമുക്ക് സ്വദേശി പ്ലാക്കിൽ വീട്ടിൽ 70 വയസ്സുള്ള രുക്മണിയാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് രുക്മണിയെ ഇടിച്ചത്. പരിക്കേറ്റ ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ബസ്സിൽ നിന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുകയുയർന്നത്. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്ത് എത്തിയപ്പോൾ പുകയുയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്താക്കിയ ശേഷം കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പുകയുയരാൻ ഇടയാക്കിയ ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാൻ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരായ അമ്മയ്ക്കും മകനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളെ കൊണ്ടുവരാൻ പോയ തൃക്കൂർ പഞ്ചായത്തിന്റെ ബഡ് സ്കൂൾ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ഇടവഴിയിലേക്ക് തിരിയാൻ ശ്രമിച്ചതോടെ വാൻ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന പേരിൽ വാട്സപ്പിൽ വന്ന സന്ദേശം അനുസരിച്ച് പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5,88,500 രൂപ നഷ്ടമായി. തട്ടിപ്പ് അറിഞ്ഞ ഉടൻ ബാങ്ക് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കില്ലെന്ന് പരാതി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ ബാസിത്തിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാസിത്തിന്റെ വാട്സപ്പിലേക്ക് APK ഫയലായി സന്ദേശം വന്നത്. ട്രാഫിക് സിഗ്നൽ ലംഘനത്തിന് 500 രൂപ പിഴ അടയ്ക്കണമെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. എന്തെങ്കിലും വിധത്തിൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു. പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി OTPകൾ വരാൻ തുടങ്ങി. ബാങ്കിന്റെ ആപ്പിലും കയറാൻ പറ്റാതെയായി. ഇതോടെ അക്കൗണ്ടുകളുള്ള ഇൻഡസിൻഡ് ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വിവരമറിയിച്ചു. എന്നാൽ ബാങ്ക് ജീവനക്കാർ വിഷയം ഗൌരവത്തിലെടുത്തില്ലെന്ന് ബാസിത്ത് പറഞ്ഞു. ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവം ഉണ്ടായി. തുടർന്ന് വൈകിട്ടോടെ 5 തവണയായി പണം നഷ്ടപ്പെടുകയായിരുന്നു. 2 പേരുടെയും ജോയിന്റ് അക്കൗണ്ടുകളിൽ നിന്നും അബ്ദുൾ ബാസിത്തിന്റേത് മാത്രമായ അക്കൗണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി. പിറകെ വാട്സപ്പും നഷ്ടമായി. ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും RTO സന്ദേശം വ്യാജമാണെന്നും വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് ബാസിത്ത് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. ശ്രീനാരായണപുരം കട്ടൻ ബസാർ കുഴിയാർ സ്വദേശി കറുപ്പം വീട്ടിൽ അഫ്താഫ് മുഹമ്മദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ നിന്ന് 2,767 ഗ്രാം 2.765 ഗ്രാം MDMAയും കഞ്ചാവ് പിടിച്ചെടുത്തു. ഏതാനും നാളുകളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ്, PR സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KM സിജാദ്, സനത് സേവ്യർ, മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധ, ശ്രുതി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മുള്ളൂർക്കരയിൽ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഗണേഷിനെ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് ചെറുതുരുത്തി മുള്ളൂർക്കരയിൽ വെച്ചാണ് KSU SFI സംഘർഷമുണ്ടായത്. ഇതിൽ 2 SFI പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്നാണ് ഗണേഷ് ഒളിവിൽ പോയത്. അതേസമയം കൊടും ക്രിമിനൽ കേസിലെ പ്രതികളെ മുഖം മറച്ചാണ് ഗണേഷിനെ കോടതിയിൽ ഹാജരാക്കിയതെന്ന് KSU ആരോപിച്ചു. ഗണേഷിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. പവന് 560 രൂപ കൂടി 81,600 രൂപയായി. ഗ്രാമിന് 70 രൂപ കൂടി 10,200 രൂപയായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്വർണം ഗ്രാമിന് 10,000 രൂപ കടന്നത്. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും രാജ്യാന്തര സംഘർഷങ്ങളുമാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ കോൾ കർഷകരാണ് ആശങ്കയിലായത്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് പല പാടശേഖരങ്ങളും മുങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കരുവാലിയും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ഇവ നീക്കം ചെയ്ത എതിർദിശയിലേക്കാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. അന്തിക്കാട്, കൊടയാട്ടി, തോട്ടുപുര, അഞ്ചുമുറി, വാരിയം, കോൾപ്പടവ് തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിന്ന് അധിക വെള്ളം മെയിൻ കനാലിലേക്ക് പമ്പ് ചെയ്തു തുടങ്ങിയതോടെയാണ് കനാൽ നിറഞ്ഞ് ദിശ മാറിയൊഴുകാൻ തുടങ്ങിയതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ കഴിയും, നിറയെ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഈ കനാല് നിറഞ്ഞു കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ കാണുന്നത്. ഇത് നീക്കുന്നതിന് വേണ്ടി പല ഉദ്യോഗസ്ഥന്മാരെയും പലരെയും സമീപിച്ചെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇവിടെ നിറഞ്ഞുകൊണ്ട് വാരിയമ്പടവ്, വിളക്കുമാടം, മഞ്ചുമുറി, തോട്ടുപുര, കൊടയാട്ടി തുടങ്ങിയ ഒരു 800 ഏക്കറോളം കൃഷി ചെയ്യാൻ വെള്ളം പമ്പ് ചെയ്യാനും കൃഷി ഇറക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ 2.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിലുള്ള സംഘം ഡ്രെഡ്ജർ ഉപയോഗിച്ച് ചണ്ടിയും കുളവാഴയും മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പുള്ളു മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം വരെ 7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മെയിൻചാലിലെ കുളവാഴകൾ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. 2 മാസം കൊണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ചണ്ടിയും കുളവാഴയും നീക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അശാസ്ത്രീയമായ രീതിയിലാണ് ഇവ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ പടവിലെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ഇരിക്കുന്ന സമയമാണ്. ഇനി ഞങ്ങൾക്കുള്ളത് പമ്പിംഗ് ആണ്. ഈ പമ്പിങ് ഞങ്ങൾക്ക് നടത്തുന്നത് ഈ പുറംചാലിലേക്കാണ്. ഈ പുറംചാലിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചണ്ടിയും കുളവാഴയും നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഞങ്ങൾ പമ്പ് ചെയ്യുമ്പോൾ ഒഴുകുന്നത് ഈ ചണ്ടി വൃത്തിയാക്കി എടുക്കുന്ന ഭാഗമാണ് കിഴക്കോട്ട് പുള്ള് പാലത്തിൻ്റെ കിഴക്കേ ഭാഗം. അവിടേക്ക് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളം വീണ്ടും പുള്ള് റോഡ് കവിഞ്ഞ് വാര്യമ്പടവിലേക്ക് കടന്ന് വീണ്ടും വിളക്കുംപാടത്തേക്ക് വരാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മണലൂർ പഞ്ചായത്തിലെ രജമുട്ട് പടവ് മുതൽ പെരുമ്പുഴയിലൂടെ പുള്ളിലേക്ക് എന്ന ക്രമത്തിൽ മെയിൻ കനാൽ വൃത്തിയാക്കിയാൽ മാത്രമേ കനാലിന്റെ ഉള്ളൊഴുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു പകരം പുള്ളുഭാഗത്ത് നിന്നാണ് കുളവാഴയും മറ്റും നീക്കം ചെയ്യാൻ തുടങ്ങിയത്. 2 മാസം മുമ്പ് ആരംഭിച്ച വൃത്തിയാക്കൽ എങ്ങുമെത്താതെ നിർത്തിവെച്ച നിലയിലാണിപ്പോൾ. ഡ്രെഡ്ജർ കനാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണിപ്പോൾ. ഈ നിലയ്ക്ക് കൃഷി ഇറക്കാനായി എല്ലാ പടവുകളും വറ്റിക്കാൻ തുടങ്ങുന്നതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് ബണ്ട് ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ വെള്ളമൊഴുകി പല പാടശേഖരങ്ങളും മുങ്ങുന്ന സ്ഥിതി ആവർത്തിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. TCV തൃശൂർ.
പഴയന്നൂർ മലേശമംഗലത്ത് നിന്നും ടാർ ബാരലുകൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പാലക്കാട് കോട്ടായി സ്വദേശി മാരിയിൽ വീട്ടിൽ അയ്യപ്പൻകുട്ടി, തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാളെ നേരത്തെ പിടികൂടിയിരുന്നു. ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീർ അറിയിച്ചു. അനധികൃതമായി മണ്ണ് ഖനനം ചെയ്ത വാഹനങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. JCBയും 3 ടിപ്പർ ലോറികളുമാണ് ചെറുതുരുത്തി CI വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചെടുത്തത്. ദേശമംഗലം, കൊട്ടിപ്പാറ, ഇക്കുറിയത്ത് വളപ്പിൽ റാഫിയുടെ പറമ്പിലെ കുന്നിടിച്ച് നികത്തുകയായിരുന്ന വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. വാഹനങ്ങൾ തുടർ നടപടികൾക്കായി കളക്ടർക്ക് കൈമാറി. ജനകീയ വിഷയങ്ങൾ നേരിട്ട് കേട്ടറിഞ്ഞ് മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദം നാട്ടിൻപുറത്തിന്റെ സവിശേഷതകൾ തിരിച്ചുപിടിക്കുവാനും വികസന ചർച്ചകൾ നടത്തുവാനും വിശാലമായ കാഴ്ചപ്പാടുകൾ കണ്ടെത്തുവാനും വ്യക്തിപരമായ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നതെന്ന് ചെമ്മാപ്പള്ളി കടവിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു. ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വന്തമായതും നാടിന്റെയും പ്രശ്നങ്ങൾ വയ്ക്കാൻ ഇത്തരം വേദികളിലൂടെ സാധിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത സത്യൻ അന്തിക്കാട് പറഞ്ഞു. പ്രാദേശിക വികസന വിഷയങ്ങൾ, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മുതൽ കുടിവെള്ള പ്രശ്നങ്ങൾ വരെ സംവാദത്തിൽ ചർച്ചയായി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവൻ, BJP സംസ്ഥാന പ്രസിഡന്റ് MV ഗോപകുമാർ, MA നാഗേഷ്, ജസ്റ്റിൻ ജേക്കബ് എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ RRTകളിൽ 2 ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കണമെന്ന് കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃശൂരിൽ നടക്കുന്ന കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 40ാം സംസ്ഥാന സമ്മേളനം ഇക്കാര്യം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സമ്മേളനം നാളെ വനം മന്ത്രി AK ശശീന്ദ്രനും പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി K രാജനും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR സുരേഷ് കുമാർ, ജനറൽ സെക്രട്ടറി RB രതീഷ് മോൻ, മറ്റ് ഭാരവാഹികളായ K മുരളീധരൻ, MK സജയൻ, അബ്ദുൾ റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. PP തങ്കച്ചൻ പക്വതയുടെ പ്രതീകമായിരുന്നുവെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. കൃഷിമന്ത്രി എന്ന നിലയിലും സ്പീക്കർ എന്ന നിലയിലും സ്വന്തമായി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തങ്കച്ചന് സാധിച്ചു. ഘടകകക്ഷികളുടെ ഏകോപന കാര്യങ്ങളും കോൺഗ്രസിലെ വിവിധ അഭിപ്രായക്കാരെ ഒന്നിപ്പിച്ചും തങ്കച്ചൻ മുന്നണിയെയും പാർട്ടിയെയും നയിച്ചുവെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. ഒരു നേതാവായിരുന്നു ശ്രീ PP തങ്കച്ചൻ. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ എന്ന പദവി അദ്ദേഹം വഹിച്ചു. 26ാമത്തെ വയസ്സിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ അധിപൻ എന്ന നിലയ്ക്ക് ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനം പടിപടിയായി എത്താവുന്ന എല്ലാ പദവികളിലും എത്തി. മന്ത്രിയായി, സ്പീക്കറായി, 4 പ്രാവശ്യം MLA ആയി, കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായി, അതുപോലെ തന്നെ UDF കൺവീനറായി, അങ്ങനെ സജീവമായി പൊതുരംഗത്ത് ആക്ഷേപങ്ങൾക്കിടം കൊടുക്കാതെ തൻ്റെ കഴിവ് തെളിയിച്ച മാന്യനായ ആ സഹപ്രവർത്തകനെ പറ്റിയുള്ള ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണ്. ഗതാഗതക്കുരുക്കും അപകടങ്ങളും തുടർക്കഥയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പ്രധാന സെന്ററായ പന്നിത്തടത്ത് സിഗ്നൽ നിർമ്മാണം ആരംഭിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സിഗ്നലുകളുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കരാർ കമ്പനിയായ കെൽട്രോണിനോട് സ്ഥലം സന്ദർശിച്ച MLA AC മൊയ്തീൻ നിർദ്ദേശിച്ചു. പൂർണ്ണമായും സോളാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സിഗ്നലുകളുടെ നിർമ്മാണവും മെയിന്റനൻസ് വർക്കും കെൽട്രോണിനാണ് നൽകിയിട്ടുള്ളത്. പന്നിത്തടം സെന്ററിൽ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാത കടന്നുപോകുന്നതിനാൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും സംഭവമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ MLA ഇടപെട്ട് എത്രയും പെട്ടെന്ന് സിഗ്നലുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചാൽ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായും ഒഴിവാക്കുവാനും ഒരു പരിധിവരെ അപകടങ്ങൾ നിയന്ത്രിക്കുവാനും സാധിക്കുമെന്ന് MLA പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു.
രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനമൊഴിഞ്ഞ മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ചടങ്ങിൽ പങ്കെടുത്തു. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സാമൂഹ്യനീതി വകുപ്പിന്റെ വാർഷികവും സംസ്ഥാനതല വയോജന ദിനാചരണവും ഒക്ടോബർ 3 തൃശൂരിൽ നടക്കും. പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. സംഘാടക സമിതിയിൽ മന്ത്രി ആർ ബിന്ദു ചെയർപേഴ്സണും മന്ത്രി കെ രാജൻ മുഖ്യ രക്ഷാധികാരിയുമാണ്. ജില്ലയിലെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചെയർപേഴ്സൺമാരായി 20 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിലെ കുറ്റാരോപിതരായ പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കൈപ്പറമ്പ്, തോളൂർ, അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പേരാമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് KG സതീശൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ബൈജു വർഗീസ്, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പാറയമ്പാടം പടിഞ്ഞാറെ അങ്ങാടിയിൽ വീണ്ടും പൈപ്പ് പൊട്ടി. കഴിഞ്ഞ ദിവസം പൊട്ടിയ അതേ സ്ഥലത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. ഇതോടെ റോഡും തകർന്നു. നിലവിൽ പഴഞ്ഞിക്കാവ് റോഡിന് സമീപം പൈപ്പ് മാറ്റി സ്ഥാപിക്കലും റോഡ് നിർമ്മാണ പ്രവൃത്തികളും നടക്കുന്നതിനാൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. 3 ദിവസം മുൻപാണ് അറ്റകുറ്റപ്പണി റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചത്. CPM ജനറൽ സെക്രട്ടറിയായി ഇരുന്ന സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷിക ദിനം വെങ്കിടങ്ങിൽ ആചരിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം EV പ്രബീഷ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KV മനോഹരൻ, PT സുരേഷ് ബാബു, CS രമേശൻ, TS സുധാകരൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഫ്ലവർ ഷോ സംഘാടകരായ ഗ്രീൻ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ഗ്രീൻ ഓണം പൊന്നോണം ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ പൂക്കള മത്സരം, മലയാളി മങ്ക എന്നീ മത്സരങ്ങൾ നടന്നു. സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് സെബി ഇരമ്പൻ, സെക്രട്ടറി മനോജ്, ട്രഷറർ സിജോ ദേവസി, വൈസ് പ്രസിഡന്റ് KM ഷജീദ്, ജോയിന്റ് സെക്രട്ടറി P മുഹമ്മദ്, KN ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്ക് സിനിമാ സീരിയൽ നടൻ ലിഷോയ് ക്യാഷ് അവാർഡും മൊമെന്റോകളും സമ്മാനിച്ചു. സംസ്ഥാന അധ്യാപിക അവാർഡ് ജേതാവായ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ആഗനൻസിനെ ആദരിച്ചു. സിസ്റ്റർ സാലി പോൾ മുഖ്യാതിഥിയായിരുന്നു. സിസ്റ്റർ റോഷ്നി, PTA പ്രസിഡന്റ് ജോമോൻ പല്ലൻ, അധ്യാപകമാരായ അനിത തോമസ്, ജോയ് സി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പൗലോസ്ലീഹായോടുകൂടെ അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ തന്നെ വലിയ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് തൃപ്രയാർ മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച മഹാശോഭയാത്ര നടത്തും. ബാലഗോകുലങ്ങളിൽ നിന്നും വരുന്ന ശോഭയാത്രകൾ തൃപ്രയാർ സെന്ററിൽ ഒത്തുചേർന്ന് മഹാശോഭയാത്രയായി ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും. 2000-ഓളം രാധാകൃഷ്ണന്മാർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ CJ ജിനു, MV വിജയൻ, പ്രവീൺ, ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടിന് അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് പരാതി. നടപടിയെടുക്കാതെ പഞ്ചായത്ത് അധികൃതർ. വരന്തരപ്പിള്ളി നന്ദിപുലത്ത് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. നന്ദിപുലം കരുമാലി വീട്ടിൽ മുരളീധരനാണ് തന്റെ വീടും കടയ്ക്കും ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ മുറിച്ചു നീക്കാൻ വരന്തരപ്പിള്ളി പഞ്ചായത്തിൽ പരാതി നൽകിയത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മരങ്ങൾ അപകടകരമായ രീതിയിലുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും എടുത്തില്ലെന്നാണ് മുരളീധരന്റെ ആക്ഷേപം. 2.5 മാസത്തോളമായി എൻ്റെ വീടിൻ്റെ മുന്നിലെ പീടികയുടെ മുകളിലേക്ക് തൊട്ടടുത്തുള്ള 4 മരങ്ങൾ ഭീഷണിയായിട്ട് നിൽക്കുന്നത്.
ഇതിനെപ്പറ്റി അവരോട് സ്വന്തമായിട്ട് പറയും. മൊത്തത്തിൽ നാട്ടിലെ ആൾക്കാർക്ക് പറഞ്ഞിട്ട് ആരും കൂട്ടാക്കിയില്ല. ഏറ്റെടുക്കാൻ പഞ്ചായത്തിനെ സമീപിച്ചു. പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തു. പഞ്ചായത്ത് അവരുടെ ആൾ വന്ന് നോക്കി ഒരാഴ്ചക്കകത്ത് മറുപടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ 2-3 വട്ടം പഞ്ചായത്തിൽ നിന്നപ്പോൾ അവരോട് ഞങ്ങൾക്ക് അതിന് വരാൻ ഒഴിവില്ല, ഈ സെക്രട്ടറിയുടെ അനാസ്ഥയാണെന്നാണ് എൻ്റെ അറിവ്. ഇതുമായി ബന്ധപ്പെട്ട് 2.5 മാസമായി പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുകയാണ് വീട്ടുടമ. 4 മരങ്ങളാണ് ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന നിലയിലുള്ളത്. മരത്തിന്റെ വേരുകൾ ഇറങ്ങി കടയുടെ ചുമരുകൾക്ക് നാശം സംഭവിച്ചെന്ന സ്ഥിതിയാണ്. കാറ്റ് വീശിയാൽ ഈ മരങ്ങൾ വീടിനും കടകൾക്കും മുകളിലേക്ക് മറിഞ്ഞു വീണ് കനത്ത നാശനഷ്ടവും ആളപായവും സംഭവിക്കാനിടയുണ്ടെന്ന ഭീതിയിലാണ് മുരളീധരനും കുടുംബവും കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ 14, 15, 16, 17 തീയതികളിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി നടന്ന സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, പ്രതിപക്ഷ നേതാവ് MK ജോസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, സ്കൂൾ പ്രിൻസിപ്പൽ ഷീബ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 11 സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. 90-ലധികം സ്കൂളുകളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ അക്ഷയദീപം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ അസോസിയേഷൻ അംഗങ്ങൾക്കാണ് പുരസ്കാരം നൽകിയത്. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സമാഹരണ സദസ്സ് അസോസിയേഷൻ സെക്രട്ടറി CV വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് B. ഹരികൃഷ്ണൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. KP കരുണാകരൻ, PA അശോക് കുമാർ, ശിവദാസ്, മാധവൻ നായർ, M. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വായന മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ സമ്മാനത്തുക കാരുണ്യ നിധിയിലേക്ക് നൽകി വിദ്യാർത്ഥി മാതൃകയായി. കുട്ടികളിലെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ഹസ്വചിത്ര മത്സരത്തിലെ വിജയി അർജുൻ സജു എന്ന വിദ്യാർത്ഥിനിയാണ് സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായത്. മത്സരത്തിൽ അർജുൻ സജുവിന്റെ അതിജീവിച്ച കുട്ടി 1ാം സ്ഥാനവും ആദിത്യ സുരേഷിന്റെ അറിവാണ് വെളിച്ചം 2ാം സ്ഥാനവും ക്രിസ് ഏഞ്ചൽ തയ്യാറാക്കിയ ബ്ലാക്ക് 2 റീഡിംഗ് 3ാം സ്ഥാനവും നേടി. പാഞ്ഞാൾ പഞ്ചായത്തിലെ ഒലിപ്പാറ കോളനിയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ്, ക്ലോറിനേഷൻ, ബോധവൽക്കരണം, ഭവന സന്ദർശനം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേരളോത്സവത്തിന്റെ വിപുലമായ നടത്തിപ്പിനായി കടവല്ലൂർ പഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PA രാജേന്ദ്രൻ ചെയർമാനും സെക്രട്ടറി KR രേഖ കൺവീനറുമായി സംഘാടക സമിതി കമ്മിറ്റി രൂപീകരിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നു മുതൽ ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം തിങ്കളാഴ്ചയായിരിക്കും. ബുധനാഴ്ച മുതൽ മത്സരങ്ങൾ ആരംഭിക്കും. എടത്തിരുത്തി പൈനൂർ കുഴിക്കൽ കടവ് ജലോത്സവത്തിൽ ടീം ബോയ്സ് കോലോത്തും കടവ് ബോട്ട് ക്ലബിന്റെ മണവാളൻ ജേതാക്കളായി. ഇടിവാൾ ബോട്ട് ക്ലബിന്റെ രുധിരമാല നമ്പർ 2 2ാം സ്ഥാനവും നേടി. കുഴിക്കൽ കടവ് ബോട്ട് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച TM പൊറ്റക്കാട്ട് സ്മാരക റോളിംഗ് ട്രോഫിക്ക് ജലോത്സവം നാട്ടിക ഫർഖ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സമ്മാനദാനം നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, നാട്ടിക താന്യം പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ MR ദിനേശൻ, ശുഭ സുരേഷ്, SI TK ജെയ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. 13 സീക്രട്ട് വെള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ആരാണ് കടന്നു വരിക? ഈ നിങ്ങളുടെ ട്രോഫി കൂടി ഏറ്റുവാങ്ങിയിട്ട് ഫോട്ടോ നമ്മുടെ ട്രോഫി പോലീസ് സ്റ്റേഷൻ SI ജെയ്സൺ
കയ്പമംഗലം പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നവീകരിച്ച MCF കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PA ഇസഹാഖ്, PA ഷാജഹാൻ, ജിനൂബ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. നേന്ത്രവാഴ കൃഷിയിൽ വിജയം കൊയ്ത് അത്താണി അമ്പലപ്പുരം പോപ്പ് പോൾ മേഴ്സി ഹോം ആശാനിലയം. വാഴക്കുലകളുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് നിർവഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി, നഗരസഭാ കൌൺസിലർ മധു അമ്പലപ്പുരം, തോമസ് മാസ്റ്റർ, സിസ്റ്റർ ലില്ലി തുടങ്ങിയവർ പങ്കെടുത്തു. ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ടിന്റെയും പോൾ ആശാനിലയത്തിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായാണ് വാഴകൃഷിത്തോട്ടം ഒരുക്കിയത്. 200-ൽ പരം നേന്ത്രവാഴക്കുലകളാണ് തോട്ടത്തിൽ വിളഞ്ഞത്. എളവള്ളി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി നെൽവിത്ത് വിതരണം ചെയ്തു. 1 ഏക്കറിന് 25 കിലോ വീതമാണ് വിതരണം ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് സ്വീറ്റ്സ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ വിലയുള്ള ഉമവിത്താണ് വിതരണം ചെയ്തത്. പഞ്ചായത്തിലെ വാഗ, കാക്കാത്തിരുത്ത്, കുണ്ടുപാടം, ചെമ്മങ്ങാട്ട്, കുറ്റിക്കാട്ട്, പ്രാലായി, കാട്ടുപാടം, കണിയാംതുരുത്ത്, കോക്കൂർപാടം എന്നീ പാടശേഖരങ്ങളിൽ 250 ഹെക്ടർ ഭൂമിയിലാണ് കൃഷി ചെയ്തു വരുന്നത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കാക്കാത്തിരുത്ത് പാടശേഖര സമിതി പ്രസിഡന്റ് P ശിവശങ്കരൻ അധ്യക്ഷനായി. പാടശേഖര സമിതി ഭാരവാഹികളായ KP സണ്ണി, PP മോഹനൻ, പ്രദീപ് തൊമ്മിൽ, MR ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള കുമ്മാട്ടി സംഘത്തിന്റെയും തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മയുടെയും സംയുക്ത യോഗം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന യോഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. രതീഷ് കടവിൽ അധ്യക്ഷത വഹിച്ചു. കുമ്മാട്ടി സംഘങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം അനുവദിക്കണമെന്നും കേരളത്തിൽ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രധാന ഭാഗമായി കുമ്മാട്ടിയെ നിലനിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കുമ്മാട്ടിക്കളിയുടെ സംരക്ഷണത്തിനായി മുഴുവൻ സംഘങ്ങളുടെയും കുമ്മാട്ടി ഏകോപന സമിതി രൂപീകരിച്ചു. ചെയർമാൻ സുരേന്ദ്രൻ ഐനിക്കുന്നത്തിനെയും കൺവീനറായി രതീഷ് കടവിലിനെയും തിരഞ്ഞെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയ്ക്ക് തുടക്കമായി. പ്രിൻസിപ്പൽ ഫാദർ പോൾ P റാഫേൽ ദീപശിഖ തെളിയിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി മാസ്റ്റർ അനേക് ജോബി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PF ജോസ്, ഫാദർ പ്രവീൺ പുത്തൻ, PTA പ്രസിഡന്റ് VV സന്തോഷ്, ജോബി ജോസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും ചരിത്രബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന തിരംഗ് പദ്ധതിക്ക് പാവറട്ടിയിലെ മരതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായി. പ്രധാന അധ്യാപിക PS മിനി ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റൈജു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ തണ്ണീർക്കായൽ പാടത്ത് കണ്ണിന് കുളിർമേകി കുളവാഴപ്പൂക്കൾ വിരിഞ്ഞു. പുതുക്കാവ് പുരാതന ക്ഷേത്രത്തിന്റെ റോഡിനോട് ചേർന്നാണ് കണ്ണിന് കുളിർമയേകി കുളവാഴപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. കുളവാഴ എന്ന സസ്യത്തിന്റെ പൂക്കളാണ് ഇവ. കെട്ടിനിൽക്കുന്ന വെള്ളത്തിന് മുകളിലായി പൂന്തോട്ടം പോലെ പൂക്കൾ നിൽക്കുന്നത് കണ്ണിന് ഇമ്പമേകുന്ന കാഴ്ചയാണ്. ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കൾക്ക് നടുവിൽ മഞ്ഞ അടയാളം കാണാം. കുളവാഴയെ കാക്കപ്പോള, കരിംകുള എന്നിങ്ങനെയും ചില സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട്. പുറംനാട്ടുകര സെവൻസ് ട്രൈഗേഴ്സ് FCയുടെ ആഭിമുഖ്യത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുൻ MLA അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പുറംനാട്ടുകര ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ രുദ്രൻ, K സത്യൻ, ടീം മാനേജർ K രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ CPM നേതാക്കളുടെ സാമ്പത്തിക ലെവൽ മാറുമെന്ന് ശരത് പ്രസാദ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ശബ്ദ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് CPM നേതാവ് MK കണ്ണൻ. CPM നേതാക്കൾക്കെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അഖ്ര. മായന്നൂരിൽ KSRTC ബസ് ഇടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കൂട്ടിൽമുക്ക് സ്വദേശി രുക്മണിയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. ഭയന്ന് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാൻ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമലംഘനം എന്ന വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ പേരിൽ പിഴയടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5.5 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. തട്ടിപ്പ് ബാങ്ക് അധികൃതരെ ഉടൻ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് പരാതി. കൊടുങ്ങല്ലൂരിൽ MDMAയും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ശ്രീനാരായണപുരം കട്ടൻ ബസാർ സ്വദേശി അഫ്താബ് മുഹമ്മദാണ് എക്സൈസിന്റെ പിടിയിലായത്. മുള്ളൂർക്കരയിൽ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഗണേഷ് പിടിയിലായത്. കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 560 രൂപ കൂടി 81,600 രൂപയായി. ഗ്രാമിന് 70 രൂപ കൂടി 10,200 രൂപയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.